ഇനി നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ സ്റ്റെപ്പുകളാണ്. പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം നിങ്ങൾക്ക്. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി, നിങ്ങൾ പഠിച്ചോളൂ. നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഏറ്റവും അർജൻറ്റായിട്ട് ഏത് പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം പൈസ, അല്ലെങ്കിൽ ഏതെങ്കിലും മെഷീൻ റീപ്ലേസ് ചെയ്യണോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും വാങ്ങിക്കണോ, ഇങ്ങനെ ഏറ്റവും അർജന്റ്ലി നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ക്യാപിറ്റലിലോട്ട് ലോങ് ടൈമിലേക്ക് ഏത് വശത്താണ് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നത് കണ്ടെത്തുന്ന ഒരു സ്റ്റെപ്പാണ് സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലൂടെ പറയപ്പെടുന്നു. Capital investment decisions of the firm have a persuasive influence on the entire spectrum of entrepreneurial activities. So, a careful consideration should be regarded to all aspects of the financial management. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മെയിൻ പാർട്ടായിട്ട് പറഞ്ഞിരിക്കുകയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ബിസിനസ് സ്ഥാപനങ്ങളിൽ എങ്ങനെ ഫണ്ടിനെ മാനേജ് ചെയ്യണം, അതിൻ്റെ ഒരു മെയിൻ ഭാഗമാണ് എന്ത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയാം. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹൗ മച്ച് മണി ഈസ് നീഡ് ടു ഇംപ്ലിമെന്റ് ഇമ്മീഡിയറ്റ് പ്ലാൻ, ഹൗ മച്ച് മണി ഈസ് അവൈലബിൾ ഫോർ ഇറ്റ്സ് കംപ്ലീഷൻ, ഹൗ ആർ ദ അവൈലബിൾ ഫണ്ട് ഗോയിങ് ടു അസൈൻ ദ വേരിയസ് ക്യാപിറ്റൽ പ്രോജക്ട്സ് അണ്ടർ ദ കൺസിഡറേഷൻ. അപ്പം എത്രമാത്രം തുക എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അതിനുള്ള പൈസ ഉണ്ടോ, അല്ലെങ്കിൽ അത് കണ്ടെത്താനുള്ള സോഴ്സ്, ഇതെല്ലാമാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലൂടെ തീരുമാനിക്കാൻ പോവുക. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്ത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പായിട്ട് 6 സ്റ്റെപ്പുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് സെർച്ച് ഫോർ പ്രോഫിറ്റബിൾ ഓപ്പർച്യൂണിറ്റി. നമ്മുടെ നിലവിൽ ഇപ്പോൾ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഡള്ളായിക്കൊണ്ടിരിക്കുന്നു. ആ പ്രോഫിറ്റിനെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഏത് മേഖലയിൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് ഊന്നൽ കൊടുക്കണം, അല്ലെങ്കിൽ ഏത് മേഖലയിലോട്ട് കൂടുതൽ ഫണ്ടുകൾ വിനിയോഗിക്കണം എന്നുള്ള ഒരു ക്രിയേറ്റീവ് സെർച്ച് ആദ്യം നടത്തണം ബിസിനസ്സിൽ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ക്യാപിറ്റൽ. ചില പിള്ളേരുടെ പേപ്പർ വാലുവേഷന് നോക്കുമ്പം കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തേത് എഴുതി വെക്കും, ദിസ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. സ്ക്രീനിങ് ആൻഡ് സെലക്ഷൻ, അല്ലെങ്കിൽ സ്ക്രീനിങ് ആൻഡ് സെലക്ഷൻ ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. അത്രേ ഉള്ളൂ അണ്ടറിൽ. ചുമ്മാ എന്താ പറയുക, വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സിനെ മണ്ടരാക്കുക. അതേപോലെ 6 സ്റ്റെപ്പ് വരെ ആദ്യത്തെ ഒരു സെന്റൻസ് എന്ന് പറയാൻ അതേ ഉള്ളൂ. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ദിസ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്, അതേ ഉള്ളൂ എഴുതി വെച്ചേക്കണം. നിങ്ങളുടെ അത് പറഞ്ഞപ്പോൾ പറഞ്ഞു വന്നതാണ്, നിങ്ങളുടെ 3rd സെമ്മ് നിങ്ങൾ എഴുതി കഴിഞ്ഞില്ലേ, അതിൻ്റെ വാല്യുവേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. വാല്യുവേഷൻ ഞാൻ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് 1ൻ്റെ പേപ്പർ ഒരു 100 നോക്കി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടേതായിരിക്കില്ല, വേറെ ഏതെങ്കിലും കോളേജിലായിരിക്കും. എന്തായാലും ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്ത പിന്നെയുള്ള ഫസ്റ്റ് എക്സാം ആയിരുന്നു. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് 1നകത്ത് 100 പേപ്പറിനകത്ത് 20-ൽ താഴെ കുട്ടികളാണ് ജയിച്ചിട്ടുള്ളത്. 20-ൽ താഴെ, 15-ലും താഴെയാന്ന് തോന്നുന്നു. ആ ജയിച്ച കുട്ടികളുടെ മാർക്ക് എന്ന് പറയുന്നത് 24-നും 30-നും ഇടയ്ക്കാണ് ആ ജയിച്ച കുട്ടികളുടെ മാർക്ക്. അത്രയും പാടായിരുന്നു മക്കളെ നിങ്ങൾക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് 1ൻ്റെ എക്സാം. അത് എന്താ എഴുതി വെച്ചിരിക്കുന്നത്, എന്തൊരു കഷ്ടമാണ്. ആ രീതി വരുമോ നമ്മുടെ റിസൾട്ടും? ഉത്സാഹിച്ച് പഠിക്കുക, സപ്ലിയുടെ എണ്ണം കുറയ്ക്കുക, പരമാവധി ക്ലാസ്സിൽ കയറുക, പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഓൺലൈൻ ക്ലാസ് ആണെന്ന് കരുതി നിങ്ങൾ ചുമ്മാ ഇതിലേ നടന്ന ക്ലാസ് കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അവസാനം ഒറ്റയടിക്ക് പഠിച്ചു തീർക്കാമെന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തുമില്ല. കേട്ടല്ലോ? അപ്പോൾ ഇനിയും സീരിയസ്നെസ് കാണിക്കുക. വേറൊരു കാര്യം കൊണ്ട് നിങ്ങൾ ഓർമ്മിപ്പിച്ചേക്കാം, നിങ്ങളിപ്പോൾ പഠിക്കുന്നത് 5th സെമ്മാണ്. ഇത് ലാസ്റ്റ് ഇയർ ആണ്. ലാസ്റ്റ് ഇയറിലൊക്കെ സപ്ലിമെൻ്ററി എക്സാം എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കോളേജിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള വർഷങ്ങളിലാണ് അത് വരുള്ളൂ. ഒത്തിരി ലേറ്റായിട്ടേ വരുള്ളൂ. അത് നിങ്ങൾ ഓർക്കണം. ഇതേപോലുള്ള സാഹചര്യം എക്സാം പ്രോപ്പറായിട്ട് നടന്നിരുന്നവരെ വരാം. അപ്പോൾ അതിൻ്റെ പേര് നിങ്ങൾ നന്നായിട്ട് ഉത്സാഹിച്ച് പഠിച്ചോണം. ഈ സെമ്മ് മുതൽ 5th സെമ്മിലും 6th സെമ്മിലും കംപ്ലീറ്റ് എല്ലാ വിഷയവും തന്നെ പാസ്സാകാൻ വേണ്ടി ശ്രദ്ധിച്ചോണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇയർ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയാൻ സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് സെർച്ച് നടത്തുക. ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ബിസിനസ്സിനകത്ത് ഏതാണ്? ക്രിയേറ്റീവ് സെർച്ച് ഫോർ പ്രോഫിറ്റബിൾ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയാം.
The department head collect all the investment proposal and review them in light of financial and risk policies. അതായത് ഫിനാൻഷ്യൽ മാനേജേഴ്സ് നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ, നമ്മുടെ കോളേജിലൊക്കെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളതുപോലെ ബിസിനസ് സ്ഥാപനങ്ങളിൽ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. മാർക്കറ്റിംഗ് ഉണ്ടാകാം, സെയിൽ ഉണ്ടാകാം, പ്രൊഡക്ഷൻ ഉണ്ടാകാം, ഫിനാൻസ് ഉണ്ടാകാം, അക്കൗണ്ടിങ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഈ മാനേജേഴ്സ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി എന്ത് കാര്യം ചെയ്യണം എന്നാണ് നിങ്ങളുടെ ഐഡിയ. അത് മാനേജേഴ്സ് സെർച്ച് ചെയ്യും. എന്നിട്ട് അവരുടെ ഒപ്പീനിയൻ വെച്ചുകൊണ്ട് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ മേഖലയുണ്ട് നമുക്കിന്ന് ബിസിനസ്സിൽ നിന്ന് കളക്ട് ചെയ്യും. അതാണ് ക്രിയേറ്റീവ് സെർച്ച് നടത്തിക്കൊണ്ട് പ്രോഫിറ്റബിൾ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ബിസിനസ്സിൽ ഇപ്പം എന്താ ഉള്ളതെന്ന് ആദ്യം കളക്ട് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് ആൻഡ് സെലക്ഷൻ. സ്ക്രീനിങ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താ സ്ക്രീനിങ്? കണ്ടുപിടിച്ച അവരുടെ കയ്യിലോട്ട് കിട്ടിയ ഈ ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്ത ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റബിൾ ഓപ്പർച്യൂണിറ്റീസ് അവര് കമ്പാരിസൺ ചെയ്യും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് കമ്പയർ ചെയ്യും. എന്നിട്ട് ഇറ്റ് ഈസ് ഡൺ ബൈ പ്ലാനിങ് കമ്മിറ്റി. ആരാ തീരുമാനിക്കുന്നത്? അവർക്കൊരു പ്ലാനിങ് കമ്മിറ്റി ഉണ്ടാവും. ദ കമ്മിറ്റി സ്ക്രീൻ the various proposals on the basis of cost of capital and expected return. ഓരോ മേഖലയും അവർ കീറി മുറിച്ച് പഠിച്ച് അതുമായി ബന്ധപ്പെട്ട അതിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അത് നടപ്പിലാക്കിയാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ വെച്ച് പറയാം കേട്ടോ. ഇപ്പൊ എൻ്റെ ഒരു ബിസിനസ് ആണ്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും എൻ്റെ ബിസിനസ്സിൽ തന്നെ കൂടുതൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുവാണ്. അങ്ങനെ വരുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്യും. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും സജഷൻ എന്താണ്, ഏത് മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ആദ്യം കളക്ട് ചെയ്ത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആകെ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൂ. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്ത് വെച്ചോ. 2 ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു 2 മിഷൻ മാറി വെക്കണം, വേറൊരു ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു പുതിയ നല്ല എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് പല ഒപ്പീനിയനും വന്നു. അപ്പൊ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തുകൊണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും റേറ്റ് ഓഫ് റിട്ടേണും ഇത് നടപ്പിലാക്കിയാൽ നമുക്ക് ഭാവിയിൽ എത്രമാത്രം റിട്ടേൺ അതിൽ നിന്ന് കിട്ടും, അത് പ്രോഫിറ്റബിൾ ആണോ, കമ്പയർ ചെയ്യും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യും. ദെൻ തേർഡ് പോയിന്റ്, അതാണ് സെക്കൻഡ് സ്റ്റെപ്പിനകത്ത് സ്ക്രീനിങ് ആൻഡ് സെലക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് പ്രോജക്ട്സ് ആണ്. The next step in capital budgeting process to evaluate the different proposal in terms of cost of capital, the expected return from alternative investment opportunity, and life of the asset with any evaluation technique like നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള പ്രോബ്ലം, പേ ബാക്ക് പീരിയഡ് മെത്തേഡ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്, ഇതൊക്കെ നമ്മൾ ഈ മൊഡ്യൂളിൽ പ്രോബ്ലം പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പല ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പല ഒപ്പീനിയൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് സ്ക്രീനിങ്ങും സെലക്ഷനും നടത്തി. എന്നിട്ട് ഒരു 2-3 ഒപ്പീനിയനെ നമ്മൾ സ്ക്രീനിങ്ങും അതിൽ നിന്ന് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ നടത്തും, ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തും. ആദ്യമേ സ്ക്രീനിങ് ആണ് നടത്തിയത്. സ്ക്രീനിങ്ങിനകത്ത് പെട്ടെന്ന് ഒഴിവാക്കേണ്ടവയെല്ലാം ഒഴിവാക്കി. അടുത്തതിൽ പറയുകയാണ് ഇവാലുവേഷൻ ഓഫ് ദ പ്രൊജക്റ്റ് ആണ്. ദെൻ ഫോർത്ത് പോയിന്റ് പറയുന്നു എസ്റ്റാബ്ലിഷിംഗ് പ്രയോറിറ്റി. ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് ഏതാണ്, ആ ഇവാലുവേഷനിലൂടെ കണ്ടെത്തും. ഇപ്പൊ പറയുവാണ് ഒരു മിഷൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം ഏകദേശം ഒരു 1 ലക്ഷം രൂപയോളം പ്രോഫിറ്റ് കൂടും. വേറൊരു കാര്യം, പുതിയൊരു മിഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നെന്നുള്ളത് ഒരു 1.5 ലക്ഷം രൂപയായിട്ട് കൂടും എന്നൊക്കെ പറയുന്നു. ആ മെഷീൻ അല്ല, വേറെ ഏതെങ്കിലും മെഷീൻ. അപ്പൊ അവര് പ്രയോറിറ്റി നോക്കും. ഈ മെഷീൻ ഉടനെ കേടാകോ ഇല്ലയോ, അല്ലെങ്കിൽ ഏതാ ഇതിനകത്ത് ഏറ്റവും അർജന്റ് ആയിട്ട് നിൽക്കുന്നത്. രണ്ടും 2 ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന സജഷൻ ആണെന്ന് നിങ്ങൾ കരുതുക. അപ്പം നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തുവാണ് നിലവിലുള്ള മിഷൻ മാറാതെ മുൻപോട്ട് പോയാൽ മിഷൻ വർക്കിംഗ് കണ്ടീഷൻ അല്ലാതെയാകും, ആ മിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നിന്നു പോകുന്നു കണ്ടെത്തിയാൽ പ്രയോറിറ്റി അതാണെന്ന് അവർ വെക്കും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ എസ്റ്റാബ്ലിഷിംഗ് പ്രയോറിറ്റി ആണ് 4ാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്.
After proper screening and evaluation of the proposal, uneconomic and unprofitable proposals are dropped. Uneconomic and unprofitable proposals എന്ത് ചെയ്യും? അവർ ഡ്രോപ്പ് ചെയ്യും. The profitable projects are then put in priority. ഏറ്റവും കൂടുതൽ ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റ് ഏതൊക്കെയാണ്? അതിൽ നിന്ന് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നു. It facilitate their acquisition or construction and avoid costly delays and serious cost overrun. അപ്പൊ ഇതിനകത്ത് ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തുന്നുണ്ട് പ്ലാനിംഗ് കമ്മീഷൻ ഇരുന്നുകൊണ്ട്. അവരെന്താ ചെയ്യുന്നത്? ഏറ്റവും പ്രയോറിറ്റി ഉള്ളതും അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ളതിനെ എല്ലാം ഡ്രോപ്പ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതിനെയും അവർക്ക് എന്താ കോസ്റ്റ്ലി കുറച്ചുകൊണ്ട് പ്രോഫിറ്റബിൾ കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്നതിനെയൊക്കെ നമ്മൾ അവരെ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കും എന്ന് പറയുന്നു. ദെൻ അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ ഫൈനൽ അപ്രൂവൽ ആണ്. അപ്പൊ നമ്മൾ ബെസ്റ്റ് പ്രയോറിറ്റി ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കണ്ടെത്തി കഴിഞ്ഞാൽ വൺസ് ദ ഫിനാൻഷ്യൽ മാനേജർ ഹാസ് റിവ്യൂഡ് ദ പ്രോജക്ട് he will recommend to the top management a detailed program, both the capital expenditure and source of fund to meet them. അപ്പം നമ്മൾ അതിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ളവയെ കണ്ടെത്തി അതിനെ ആപ്ലിക്കബിൾ ആക്കാൻ വേണ്ടി അതിന് എത്രമാത്രം ഫണ്ട് വേണമെന്നും ആ ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തണം എന്നൊക്കെയുള്ളൊരു തീരുമാനമാണ് ഫൈനൽ അപ്രൂവലിനകത്ത് പറയുക. ദ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആണ്. ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ് ഈസ് ആൻ ഇവാലുവേഷൻ ഓഫ് ദ പ്രോഗ്രാം ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ ഫുള്ളി ഇംപ്ലിമെന്റഡ്. അതിലോട്ട് 10 ലക്ഷം രൂപയും നമ്മൾ ഫുള്ളി കൊടുത്തു, പേയ്മെന്റ് നടത്തി, മിഷൻ മാറി വെച്ചു. അതിനുശേഷം നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കണ്ടായിരുന്നു അതിന് എത്രമാത്രം റിട്ടേൺ കിട്ടുമെന്നും എത്രമാത്രം പ്രോഫിറ്റബിൾ ആകും എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ മുൻകൂട്ടി അത് പ്രയോറിറ്റിക്ക് അനുസരിച്ച് തീരുമാനിച്ചുകൊണ്ട് ആ ഒരു സെലക്ഷൻ നമ്മൾ നടത്തിയത്. അതിനനുസരിച്ച് ഇപ്പം വെൽ പെർഫോംഡ് ആണോ നമ്മുടെ ബിസിനസ്സിൽ, അത് നമ്മൾ ഉദ്ദേശിച്ച എത്ര പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ അത് കമ്പയർ ചെയ്യുവാണ്. പീരിയോഡിക്കലി കമ്പയർ ചെയ്യും. കഴിഞ്ഞ വർഷത്തെക്കാളും ഇന്നതിൽ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആ ഒരു ഇവാലുവേഷൻ ആണ് ലാസ്റ്റ് സ്റ്റേജിൽ നടക്കുക. അങ്ങനെ 6 സ്റ്റേജസ് ആണ് സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അകത്ത് പറയുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് സെർച്ച് ഫോർ പ്രോഫിറ്റബിൾ ഓപ്പർച്യൂണിറ്റി. ആദ്യം ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. ദെൻ അതിന്റെ സ്ക്രീനിങ് ആൻഡ് സെലക്ഷൻ നടത്തും. അതിനുശേഷം അതിനെ ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ നടത്തും. ദെൻ പ്രയോറിറ്റി ഏതിനാ കൂടുതൽ എന്നുള്ളത് കണ്ടെത്തും. അതിനുശേഷം ഫൈനൽ അപ്രൂവൽ നടപ്പിലാക്കും. ഫൈനലി ഇവാലുവേഷൻ നടത്തും. നമ്മൾ പ്രതീക്ഷിച്ച എത്ര പെർഫോം ആയിട്ടുണ്ടോ എന്നുള്ള ഇവാലുവേഷൻ നടത്തും. ഇങ്ങനെ 6 സ്റ്റേജസ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്തുള്ളത്. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ? ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷനെ 4 ഫാക്ടറുകൾ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അതായത് ഡിറ്റർമിനേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ? അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓർ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഇറ്റ് റെപ്രസെന്റ്സ് ദ സം ഓഫ് ഓൾ ക്യാഷ് ഔട്ട്ഫ്ലോ ആൻഡ് ഇൻഫ്ലോ occurring at 0 time period. The time at which the expenditure is made to determine the initial investment requirement of the proposed capital expenditure. It is determined by taking into account the following factors. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോയ്ക്കകത്ത് പറയുന്നത് നിലവിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ എത്രമാത്രം ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നുണ്ട്, എത്രമാത്രം ഇൻഫ്ലോ ഉണ്ടാകുന്നുണ്ട്. ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ വരവും, ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ ചെലവുമാണ്. അതിനകത്ത് ക്യാഷ് കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ്, ഇൻസ്റ്റലേഷൻ ചാർജസ്, ഇതൊക്കെ എന്താ ഔട്ട്ഫ്ലോ ആണ്. നമ്മൾ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുമ്പം അതിനൊരു ക്യാഷ് കോസ്റ്റ് എത്രമാത്രം ആകും, അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എത്ര രൂപയാകും, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർ ടു ഓപ്പറേറ്റ് ദ മെഷീൻ ഓർ ഇംപ്ലിമെന്റ് ദ പ്രൊജക്ട്. നമ്മളിപ്പോൾ ഒരു പുതിയ മെഷീനറി വാങ്ങിയാൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ റോ മെറ്റീരിയൽസ് വേണം, അത് ഐഡന്റിഫൈ ചെയ്യണം. പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ആൻ ഓൾഡ് അസറ്റ് ഇൻ കേസ് ഓഫ് റീപ്ലേസ്മെന്റ് ഓഫ് അസറ്റ്.
ഇത് നമ്മൾ പഴയൊരു മെഷീനറി പുതുതാക്കി വാങ്ങിക്കാൻ വേണ്ടി റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ അത് വിൽക്കുവാനുള്ള എല്ലാ പ്രൊസീഡിങ്സും നടത്തും. അത് വിൽക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? ക്യാഷ് ഇൻഫ്ലോയാ കിട്ടുന്നത്. പഴയൊരു സാധനം വിൽക്കുമ്പോൾ നമുക്ക് ഇൻഫ്ലോ കിട്ടും. എന്നാൽ പുതിയൊരു സാധനം വാങ്ങിക്കുമ്പോഴോ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഔട്ട്ഫ്ലോ ആയിട്ട് പോകുകയാണ് ചെയ്യുന്നത്. ദെൻ ടാക്സ് എഫക്ട് ഓഫ് ഇംപ്ലിമെന്റിംഗ് ദ പ്രൊപ്പോസൽ. ഇപ്പൊ എന്ത് സാധനം ചെയ്താലും ഇപ്പൊ എന്ത് ചെയ്യും? സർട്ടൻ പെർസെന്റേജ് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആ പ്രൊജക്റ്റിന് നമ്മൾ കൊടുക്കേണ്ട ടാക്സ് എത്ര? ഇതേപോലെയുള്ള നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ക്യാഷ് ഇൻഫ്ലോസുകളും ക്യാഷ് ഔട്ട്ഫ്ലോസുകളും നമ്മളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷനെ ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതായത് നമ്മൾ പുതിയൊരു മെഷീനറി വാങ്ങിക്കുകയാണ് എങ്കിൽ അത് വാങ്ങിക്കാൻ എത്ര രൂപ വരും, അതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ എത്ര രൂപ വരും, അതിനു വേണ്ടി ടാക്സ് അടയ്ക്കാൻ എത്ര രൂപ വരും. ഇനി പഴയൊരു മെഷീനറി റീപ്ലേസ് ചെയ്തിട്ടാണെങ്കിൽ ആ സാധനം വിൽക്കുമ്പോൾ എത്ര കിട്ടും, ആ പുതിയൊരു മെഷീനറി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എത്രമാത്രം റോ മെറ്റീരിയൽ വേണ്ടി വരും. ഇങ്ങനെയുള്ള എല്ലാവിധ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ബിസിനസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റെപ്പിനകത്ത് പറഞ്ഞായിരുന്നു ഇവാലുവേഷൻ ഓഫ് ദ പ്രൊജക്റ്റ് എന്ന്. നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി മുമ്പിൽ ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള ക്യാഷിന്റെ ഔട്ട്ഫ്ലോ ആൻഡ് ഇൻഫ്ലോ അതിൽ ബെറ്റർ ആയിട്ടുള്ള ചോയ്സിനെയാണ് കമ്പനിയിൽ സെലക്ട് ചെയ്യാൻ പോകുന്നത്. കമ്പനിക്ക് എപ്പോഴും നേട്ടമാകുന്ന രീതിയിലാണ് സെലക്ട് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഓർത്തിരിക്കുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ആ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി എത്ര രൂപ ചെലവാകും, അതിനകത്ത് പലതായിട്ട് അത് എന്തൊക്കെയാണ് ആ പ്രോജക്റ്റിൽ വരുന്ന ചെലവുകൾ, അതിൽ നിന്ന് വരുന്ന ഇൻഫ്ലോസ് എന്തൊക്കെയാണെന്ന് എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്തും പറയണം. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ പുതുതായിട്ടൊരു ഇംപ്ലിമെന്റ് നടത്തിയാൽ, പുതിയതായിട്ടൊരു പ്രോജക്റ്റിൽ ഇംപ്ലിമെന്റ് നടത്തിയാൽ അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. കട്ട് ഓഫ് ദ റിട്ടേൺ, the cutoff rate implies specific percentage return which are to be earned for investment proposal. അതും നമ്മൾ ആ ഡീറ്റെയിൽഡ് സ്റ്റെപ്പിൽ പഠിച്ച കാര്യം തന്നെയാണ്. ഓരോ പ്രോജക്റ്റിൽ നിന്നും കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ചെലവ് എന്തോരമുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് അതിന്റെ ബെറ്റർ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചേ. എന്ന് പറഞ്ഞ പോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഡിസിഷൻ വേണോ വേണ്ടയോ നമ്മൾ തീരുമാനിക്കുക. ദെൻ തേർഡ് പോയിന്റ് പറയുന്നു റിട്ടേൺ എക്സ്പെക്റ്റഡ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ്. മിനിമം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ല, അതിൽ റിട്ടേൺ എക്സ്പെക്റ്റഡ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആണ് മൂന്നാമത്തേത്. The expected return occurring from investment proposal may be measured in terms of accounting profit and cash inflow. The term accounting profit means return which is arrived after deducting the routine expense including depreciation and tax of the. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നതും മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ തമ്മിലുള്ള വ്യത്യാസം ഇതാണ് പറയുന്നത്. റിട്ടേൺ എക്സ്പെക്റ്റഡ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏൺ ചെയ്യാമെന്ന പ്രോഫിറ്റിൽ നിന്ന് ആ മെഷീനറിയുടെ ഡിപ്രീസിയേഷനും അല്ലെങ്കിൽ അതിനുവേണ്ടി മുടക്കുന്ന ടാക്സും ഇങ്ങനെ പറയുന്ന എല്ലാവിധ ചെലവുകളും കുറച്ചിട്ടുള്ള റിട്ടേൺ എത്രമാത്രം കിട്ടുമെന്ന് നോക്കും. ചില മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ടാക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കും, ചില മെഷീൻസിന് ചിലപ്പോൾ ഡിപ്രീസിയേഷൻ കൂടുതലായിരിക്കും. ആ രീതിയിലും കൂടെ അതിന്റെ പ്രോഫിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമെന്ന് പറയുന്നു. നമുക്കുണ്ടാവുന്ന എക്സ്പെൻസ് പ്രോഫിറ്റിൽ നിന്ന് കുറച്ചതിന് ശേഷം അത് എത്രമാത്രം പ്രോഫിറ്റ് ആകും. ആദ്യം പറഞ്ഞ എന്താ, ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് മാക്സിമം മിനിമം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന റിട്ടേൺ എന്ന് പറഞ്ഞു. പിന്നീട് പറയുന്നത് റിട്ടേൺ എക്സ്പെക്റ്റഡ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് മാത്രം കിട്ടുന്ന റിട്ടേണിൽ നിന്ന് ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി വരുന്ന ചെലവുകൾ കുറച്ച് കഴിയുമ്പോൾ എത്ര രൂപ വേണ്ടി വരും. ദെൻ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ലാസ്റ്റ് പോയിന്റ് ആണ്. ഡിഫറെന്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ ഹാവ് ഡിഫറെന്റ് ഡിഗ്രി ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. അപ്പോൾ ഒരു ക്യാപിറ്റൽ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന നാലാമത്തെ കാര്യം അതിന് മാത്രം റിസ്ക്, എത്രമാത്രം അൺസർട്ടനിറ്റി ഉണ്ട്. അതായത് ഈ മെഷീൻ എത്ര വർഷം വരെ ഓടും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ ഈ മെഷീനിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾക്ക്
ഒരുപാട് ഡിമാൻഡ് ഉണ്ടാവത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അല്ലെങ്കിൽ ഉണ്ടാകുമോ ഉണ്ടാകുകയില്ല എന്നുള്ള ഒരു അറിവില്ലായ്മ വരുന്നുണ്ട്. അതാണ് അൺസർണിറ്റി എന്ന് പറയാം. നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇറങ്ങി തിരിച്ചാലും അതിൻ്റെ നിന്നുണ്ടാകുന്ന റിസ്ക്കും അൺസർണിറ്റിയും എത്രമാത്രം ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് വേണോ വേണ്ടിയോ എന്ന് നമ്മൾ തീരുമാനിക്കാൻ പോവുക. അങ്ങനെ 4 പോയിന്റുകളാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോയുടെ ഡിറ്റർമിനേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ. 4 പോയിന്റ് ആണ് പറഞ്ഞത്. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. തേർഡ് പോയിന്റ് പറഞ്ഞു റിട്ടേൺ എക്സ്പെക്റ്റഡ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത് റിസ്ക് ആൻഡ് അൺസർണിറ്റി ആണ്. ഓക്കെ, നമുക്കിനി ബാക്കിയുള്ളത് പ്രോബ്ലം ആണ്. ഈ ക്യാപിറ്റൽ